നമസ്കാരം. ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഏകദേശം ഒരു മാസത്തോളമായി വീഡിയോകളൊക്കെ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ട് കാരണം ഇപ്പോൾ 3-4 ദിവസമായിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോസുകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ നല്ല നല്ല വിഭവങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ റീച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ നൽകി നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒന്നുകൂടി ഉയരത്തിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വിഭവത്തിലേക്ക് നമുക്ക് കിടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം നമ്മുടെ നാളികേര ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഉപ്പ്, പുളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, കരിവേപ്പില, നാടൻ പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരയ്ക്കാം. അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് ആ വിഭവത്തിലേക്ക് കിടക്കാം. ഇതെല്ലാം കൂടി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വെണ്ണ പോലെ അരച്ചെടുക്കാം. എന്തായാലും നമ്മളൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിടാം. ഏകദേശം 1 ടീസ്പൂൺ കടുകിടാം. കടുകിട്ട് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് കൊല്ലമുളക് അതിലേക്ക് 2-3 ഇടാം. കൊല്ലമുളക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ഒരു തണ്ട് കരിവേപ്പില അതിലേക്ക് നമുക്കിടാം. അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്തിട്ട് നമ്മുടെ നാളികേര ചട്നിയിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്യാം. സൂപ്പർ ഒരു നാളികേര ചട്നിയാണ് ഇത്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി. നമ്മൾ അരച്ച് വെച്ച നാളികേരം നമ്മുടെ ഈ കടുക്, മുളക്, അതുപോലെ തന്നെ നമ്മുടെ കരിവേപ്പില നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മൾ ഇളക്കണം. ഇളക്കി യോജിപ്പിക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി നമുക്ക് നാളികേര ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളൊരു ചട്നിയാണ്. ഇനിയും ശ്രീരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.